വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തൊക്കോണം ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വർധനയ്ക്ക് മുഖാന്തരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ബലഹീന നടിനെയും തിരുസിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ അങ്ങ് കൃപ തരണം. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. നിൻ്റെ കൃപയിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഈ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9, ഗലേത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ നാം പലപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ്, ഞാൻ പലർക്കും നന്മ ചെയ്തു, പക്ഷേ അതെനിക്ക് ദോഷമായി ഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ നന്മ ചെയ്തവർ എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ നാം പലപ്പോഴും കേൾക്കാറുണ്ട്. ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നന്മ വീണ്ടും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നന്മ ചെയ്തുകൊണ്ട് എന്ത് ഫലം എന്ന് കരുതി പലപ്പോഴും ഈ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകുന്ന സാഹചര്യം അനേകരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് എന്ന് പറയുമ്പോൾ മടുത്തു പോകുവാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. നന്മയും തിന്മയും കുറിച്ച് നാം പഠിക്കുമ്പോൾ നന്മ ദൈവത്തിൽ നിന്നും തിന്മ പിശാചിൽ നിന്നും വരുന്നു എന്ന് നമുക്കറിയാം. നന്മ മാത്രമാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്, അതോടൊപ്പം തിന്മ മാത്രമാണ് പിശാചിൽ നിന്നും വരുന്നത്. അപ്പോൾ നന്മ ചെയ്യുമ്പോൾ അത് തുടരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മെ മടുപ്പിക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. പലപ്പോഴും നാം ഇതിനെക്കുറിച്ച് ഗ്രഹിക്കാത്തവരായതുകൊണ്ടാണ് നന്മ ചെയ്തിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മടുത്തു പോകുന്നത്, അല്ലെങ്കിൽ ആ നന്മ ചെയ്യുന്നതിൽ നാം തുടരുവാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതിൻ്റെ 2-ാം ഭാഗം, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു കൃഷി ഇറക്കുന്ന ഒരു കർഷകൻ കൃഷി ഇറക്കി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും പ്രയാസങ്ങളും ഉണ്ടായിരുന്നാലും അവന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവൻ ഓരോ കാര്യം ചെയ്യുന്നത്. എന്താണ്? അതിന് സമയമാകുമ്പോൾ അതിൽ നിന്ന് ഫലം ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ പ്രതീക്ഷയോടുകൂടി അവന് ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അവന് സമയത്ത് ഫലം അല്ലെങ്കിൽ കൊയ്ത്ത് ലഭ്യമാകുന്നത് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നാം പരിശോധിച്ചാൽ അതിന് നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ പഠനം പൂർത്തീകരിച്ച് ഒരു ഡിഗ്രി സമ്പാദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ലഭ്യമായാൽ അവന് ഒരു ജോലി ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നത്. കായികാധ്വാനം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്പോർട്സ് മറ്റു കാര്യങ്ങളിലും വ്യാപൃതനായ അതിനുവേണ്ടി സമയവും ത്യാഗവും എടുക്കുന്ന ഒരു വ്യക്തി ആ വലിയ ഉന്നമനത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവനത് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നൊരു വ്യക്തി ജോലിയിൽ നിന്ന് പ്രതിഫലം ലഭിക്കും
എന്നുള്ള വലിയ പ്രതീക്ഷയിൽ അവൻ ജോലി ചെയ്യും. നന്നായി ചെയ്താൽ നല്ല ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അപ്രകാരം ചെയ്യും. അപ്പോൾ ഓരോ കാര്യവും വ്യക്തിപരമായ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളൊരു നിശ്ചയമാണ് ഇതൊക്കെയും ചെയ്യുവാൻ കൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ശാരീരികമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് കൃത്യസമയത്ത് തന്നെ നമുക്ക് ജോലിക്ക് പോകും. കാരണം ജോലി ചെയ്തില്ല എങ്കിൽ നമുക്ക് വേതനം ലഭ്യമാകുകയില്ല. അപ്പോൾ ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനായി നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഈ നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആത്മീയ തലത്തിലുള്ള ഒരു കാര്യമായിട്ട് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുനിമിഷം നന്മകൾ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. എന്ത് നന്മയാണ്? ദൈവത്തിൽ നിന്നുള്ള നന്മ. ദൈവം നമുക്ക് ആയുസ് നൽകുമ്പോൾ ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആരോഗ്യം ദൈവമാണ് നാം സൂക്ഷിക്കുന്നത്. അങ്ങനെ അനുദിന ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും ദൈവത്തിൻ്റെ നന്മകളാൽ നാം ദൈവത്തിൻ്റെ കരുണയാൽ നന്മ അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ആ നന്മ നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഉണ്ടാകുവാൻ തക്കോണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ഒരു പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല നമ്മുടെ മേൽ അവൻ്റെ കരുണ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്നത്. അപ്രകാരം മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുമ്പോൾ എന്തെങ്കിലും തിരികെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കരുത് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ചെയ്യുന്ന നന്മയ്ക്ക് ഒരു പ്രതിഫലം ഉണ്ട്. അത് സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യവും ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെ പ്രസാദിപ്പിക്കുവാനോ മറ്റുള്ള വ്യക്തികളെ പ്രസാദിപ്പിക്കുവാനോ മറ്റുള്ളവരെ കാണിക്കുവാനോ നാം നന്മ ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകുകയില്ല. തിരുവചനം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. മാത്രമല്ല, അടുത്ത തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ആകയാൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം നാം എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ? ആ അവസരങ്ങൾ ഉപയുക്തമാക്കുക. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ആരെയും ഒഴിച്ചു വയ്ക്കാതെ, നമുക്കൊരു പക്ഷേ പരിചയമില്ലാത്തവരാകാം, ഒരുപക്ഷെ വീണ്ടും നാം കാണുവാൻ സാധ്യതയില്ലാത്തവരാകാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്ന നന്മകൾ, അത് പണപരമായി മാത്രമല്ല, നമ്മുടെ സമയമായിരുന്നാലും ത്യാഗങ്ങളായിരുന്നാലും മറ്റുള്ള ഒരു വ്യക്തിയുടെ ഉന്നമനത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി നാം ചെയ്യുന്ന എന്ത് കാര്യവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മയുടെ പട്ടികയിൽ അത് പെടുത്തും. അത് പരിചയമില്ലാത്തവരാകാം, പരിചയമുള്ളവരാകാം. നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നാം വായിച്ച തിരുവചനത്തിൽ ഒരു കാര്യം ആ വചനത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. അപ്പോൾ ഈ മടുത്തു പോകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. നന്മ ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം ഇച്ഛിക്കാതെ നാം ചെയ്യുമ്പോഴാണ് മടുത്തു പോകാതെ നമുക്ക് ആ നന്മകൾ അനുസ്യൂതം നമ്മളിൽ നിന്ന് ഒഴുകുവാൻ തക്കോണം കഴിയുന്നത്. നാം പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും ചെയ്താൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണമില്ലാതെ വരുമ്പോൾ നാം മടുത്തു പോകും. എന്തിനാണ് ഞാൻ ഈ നന്മ ചെയ്യുന്നത്? അത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഞാൻ നന്മ ചെയ്തിട്ടും അത് ദോഷമായിട്ടാണ് എനിക്ക് ഭവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളിലുണ്ടാകും. അതുകൊണ്ട് നാം ചെയ്യുന്നത് ഓരോന്നും ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിന് ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ അതിൽ പിന്നെ നമുക്ക് മടുപ്പ് ഉണ്ടാകുകയില്ല. മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗത്ത് നാം വായിക്കുകയാണ്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോൾ ഈ പ്രവർത്തനം, നന്മ ചെയ്യുക എന്നുള്ള പ്രവൃത്തി നമ്മുടെ ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും നമ്മളിൽ നിന്ന് തുടരേണ്ട കാര്യമാണ്. അതൊരല്പസമയത്തേക്ക്, അല്പകാലത്തേക്ക് മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല.
അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം അത് ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും ഏത് സാഹചര്യങ്ങളിലും നന്മ ചെയ്യുവാനുള്ള അവസരം നമുക്ക് ലഭ്യമാകുമ്പോൾ നാം അത് ചെയ്താൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ആണത് വലുതാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ലൗകികമായ ഈ ലോകത്തിൽ നാം ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം നമുക്ക് ലഭ്യമാകും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നാം ചെയ്യും. എന്നാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ എന്താണ് ഫലം എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ പ്രതീക്ഷ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതാണ് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. എപ്പോഴാണ് ഈ തക്ക സമയം? നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ ആ വ്യക്തികളിൽ നിന്നോ മറ്റുള്ള വ്യക്തികളിൽ നിന്നോ ആനുപാതികമായി നമുക്ക് ഒരുപക്ഷെ ലഭ്യമാകുകയില്ലായിരിക്കാം. ഉടനെ ഒന്നും നമുക്കത് ലഭ്യമാകുകയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആവശ്യമുഖത്ത് ദൈവം അതിനായി നമുക്ക് വേണ്ടി കരുതും. മറ്റുള്ള വ്യക്തികളെ നമുക്ക് വേണ്ടി ഒരുക്കും. നാം ചെയ്യുന്ന നന്മ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ദൈവം തക്ക സമയത്ത്, അതാണ് പറയുന്നത്, തക്ക സമയത്ത് നാം കൊയ്യും. നമുക്ക് ആവശ്യമല്ല അത്യാവശ്യമാകുന്ന സമയത്ത് ദൈവം അതിനുള്ള മുഖാന്തരം ഒരുക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു സാഹചര്യങ്ങൾ വന്നില്ല എങ്കിൽ പോലും നമ്മുടെ തലമുറകൾ അത് അനുഗ്രഹിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. കാരണം നാം ചെയ്യുന്ന ഓരോ നന്മയും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആർക്കും ഒരിക്കലും കടക്കാരനായിരിക്കുകയില്ല. ദൈവം അത് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിലാകാം, നമ്മുടെ മക്കളുടെ ജീവിതത്തിലാകാം, നമ്മുടെ തലമുറകളുടെ ജീവിത സാഹചര്യങ്ങളിലാകാം, നാം ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം ദൈവം നൽകും എന്നതിന് രണ്ട് പക്ഷമില്ല. മാത്രമല്ല, ഇവിടെ നാം വായിക്കുമ്പോൾ നാം കൊയ്യുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം വിതച്ചാൽ വിതയ്ക്കുന്ന അത്രയുമല്ല നാം കൊയ്യുന്നത്, അതിൻ്റെ എത്രയോ മടങ്ങാണ്. അപ്പോൾ നന്മ നാം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന കാര്യത്തിന് ആനുപാതികമായിട്ടല്ല, അതിൻ്റെ എത്രയോ മടങ്ങായിട്ടാണ് ദൈവം നമുക്ക് ഒരുക്കുന്നത്, നൽകുന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെയും സകലർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയണം. പ്രതിഫലേച്ഛ കൂടാതെ, അതിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കാതെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാർക്കാണ് നാം ചെയ്യേണ്ടത്? നാം പലപ്പോഴും ഓർക്കും, നമ്മുടെ സ്നേഹിതന്മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെയും നാം ചെയ്യുന്ന നന്മ വലുതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടപ്പാടാണ്, ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നാൽ അതിനപ്പുറമായി ഉള്ള ഒരു പ്രവർത്തനമാണ് ദൈവം നമ്മളിൽ നിന്ന്, എന്നിൽ നിന്നും, നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 33-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് എന്ത് പ്രശംസിക്കാൻ എന്താണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിച്ചാൽ അതിൽ നിങ്ങൾക്ക് പ്രശംസിക്കാൻ എന്താണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് പ്രശംസിക്കാൻ എന്താണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പോൾ നാം ആർക്കാണ് നന്മ ചെയ്യേണ്ടത്? നമുക്ക് നന്മ ചെയ്യുന്ന, നമ്മെ കരുതുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, അവർക്കും ചെയ്യണം. എന്നാൽ ഇവിടെ പറയുകയാണ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ എന്താണുള്ളത്? അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. തിരികെ വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്കെന്ത് ലഭിക്കും? പാപികളും കുറയാതെ മടങ്ങി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ,
ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുവിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലു ആകുന്നുവല്ലോ. അപ്പോൾ നാം ആർക്കാണ് നന്മ ചെയ്യേണ്ടത്? നാം സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മെ ഉപദ്രവിക്കുന്നവർക്കും ശത്രുക്കളായിരിക്കുന്നവർക്കും നാം നന്മ ചെയ്താൽ അതുവഴി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ അവർ നമ്മളിലൂടെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാനുള്ള മുഖാന്തരം ഒരുക്കപ്പെടുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നന്മ, ഏറ്റവും വലിയ നന്മ എന്നുള്ളത് ഒരുവന്, ദൈവമില്ലാത്ത ഒരുവന് ദൈവത്തെ കൊടുക്കുക എന്നുള്ളതാണ്. പണം നമുക്കൊരു വ്യക്തിക്ക് കൊടുക്കാം, സഹായിക്കാം പലതരങ്ങളിലും, പക്ഷേ അതിനൊക്കെയും പരിമിതിയുണ്ട്. നമുക്കുള്ളതനുസരിച്ചേ നമുക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ കൊടുത്താൽ അതിനപ്പുറമായി നന്മ മറ്റൊന്നുമില്ല. കാരണം മാനവരാശിയുടെ പാപമോചനത്തിനായിട്ടാണ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും നമുക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നതും. ആ വലിയ സ്നേഹം ആ ബലിയിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ നമ്മുടെ മേൽ ചൊരിഞ്ഞു. അതുമൂലം സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അവകാശികളാകണം. അവൻ്റെ അന്ത്യവചസ്സുകൾ ഈ സുവിശേഷം ലോകമെമ്പാടും ഘോഷിക്കുക, സകലരെയും എൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്ത് അവരെ യേശുവിലേക്ക് അവരെ ആകർഷിക്കുക. ആ ഒരു വലിയ ദൗത്യം, പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ നന്മയേക്കാൾ ഉപരിയായൊരു നന്മ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെയും യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വാക്കുകളിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രവൃത്തിയിലൂടെ യേശുവിനെ നൽകുവാൻ നമുക്ക് കഴിയണം. യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത നന്മകൾ എത്രയോ വലുതാണ്. അതിന് ഒരു വില മതിക്കുവാൻ നമുക്ക് സാധ്യമാകുകയില്ല. അതിനൊരു വില വയ്ക്കുവാൻ നമുക്ക് സാധ്യമാകുകയില്ല. ആ ഒരു വലിയ അനുഗ്രഹങ്ങൾ, അനുസ്യൂതം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ ആ നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ എനിക്കും നിങ്ങൾക്കും വലിയ ചുമതലകളുണ്ട്. ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടോ ക്രൈസ്തവനായി മാമോദീസ സ്വീകരിച്ചതുകൊണ്ടോ നമ്മുടെ ദൗത്യം അവസാനിക്കുകയല്ല. നമ്മുടെ ദൗത്യം അവിടെ ആരംഭിക്കുകയാണ്. ആ വലിയ ഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളിലൂടെ അനേകർ ആ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയണം. ആ യേശുവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രവൃത്തികൾ യേശുവിനെ കാണുവാനുള്ള മുഖാന്തരമാക്കി തീർക്കണം. യേശുവിൻ്റെ കൈകളായി, കാലുകളായി, കണ്ണുകളായി നാം ഈ ലോകത്ത് വസിക്കുമ്പോഴാണ് ആ നന്മ നമ്മളിലൂടെ ദൈവത്തെ കാണുവാൻ മറ്റുള്ളവർക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. അപ്പം ലോകത്തിൻ്റെ വെളിച്ചമായി നാം പ്രശോഭിക്കുമ്പോൾ യേശുവിനെ നമ്മളിലൂടെ അനേകർക്ക് കാണുവാൻ തക്കോണം കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം നന്മ ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സദാ നമ്മളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരും ആണ് നാം ഓരോരുത്തരും. എന്നാൽ അതുപോലെ മറ്റുള്ളവർക്കും നന്മ ലഭ്യമാകണമെന്ന് എത്രത്തോളം നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമാകാറുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ തിരുവചനം നാം വായിക്കുമ്പോൾ വചനത്തിലെ ഗോൾഡൻ റൂൾ എന്നറിയപ്പെടുന്ന ഈ വചനം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്നുവോ, അവർ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അപ്രകാരം തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയും ചെയ്യുവനെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് പറയുന്ന തിരുവചനമാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന എന്താണ്? എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും ആദരിക്കണം, എന്നെ എല്ലാവരും കരുതണം എന്നൊക്കെയും ചിന്തിക്കാത്തവർ ആരും തന്നെയില്ല. അതിനകത്ത് എന്തെങ്കിലും ഭംഗം വന്നാൽ പരാതികൾ നമ്മളിൽ നിന്ന് ഉയരാറുണ്ട്. മക്കൾ നമ്മെ സ്നേഹിച്ചില്ല എങ്കിൽ, മക്കൾ നമ്മെ കരുതിയില്ല എങ്കിൽ, മറ്റുള്ളവർ നമ്മെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുവെങ്കിൽ ഒക്കെയും
നാം പരാതിപ്പെടാറുണ്ട്. എപ്പോഴും നമ്മെ കരുതുവാനും സ്നേഹിപ്പാനും നമ്മെ ബഹുമാനിക്കുവാനുമാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് തന്നെ അവർക്കും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും എന്താഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കരുതുവിൻ. ഫിലിപ്പിയ ലേഖനം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് കരുതുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്കത് കഴിയാറുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റം കുറവുകളും കണ്ടെത്തുവാൻ ആണ് പലപ്പോഴും ഞാനും നിങ്ങളും ശ്രമിക്കാറുള്ളത്. മറ്റുള്ളവരുള്ള നന്മ കാണുവാൻ നമുക്ക് കഴിയാറുണ്ടോ? മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിലുള്ള നമ്മോടൊപ്പം അതേ ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ നന്മയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ഒരു വ്യക്തി നല്ല ഒരു ഭവനം വെച്ചാൽ, നല്ലൊരു വാഹനം വാങ്ങിയാൽ അവിടെ അതിൽ നന്മ കാണുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ അയൽവാസിയായ ഒരു വ്യക്തി സമ്പന്നനാണെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അസൂയപ്പെടുക ആണ് സാധാരണ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നുമില്ല എങ്കിൽ പോലും നാം ചിന്തിക്കുക, സമീപവാസി നന്മയിൽ ജീവിച്ചാൽ കുറഞ്ഞ പക്ഷം അവൻ നമ്മുടെ അടുത്ത് കടം ചോദിക്കാൻ വരികയില്ല. മാത്രമല്ല, നമ്മുടെ ഒരു ആവശ്യ സമയത്ത് ഒരുപക്ഷെ അവൻ്റെ അടുത്ത് പോയി നമുക്ക് കടം ചോദിക്കുവാൻ കഴിയും. അപ്പോൾ ചുറ്റുപാടുമുള്ളവർ നന്മയിൽ വസിക്കുന്നത് എപ്പോഴും നമുക്ക് നന്മയാണ്. മറിച്ച് സാധുക്കളായ ജീവിതത്തിൽ അപ്രകാരം ഒരു സാഹചര്യം ഇല്ലാത്ത വ്യക്തികളാണ് നമ്മുടെ ചുറ്റുപാടുകളും കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബാധ്യതയാണ് നമുക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഒരു ആവശ്യ സമയത്ത് അവരെ നമുക്ക് സഹായത്തിനായിട്ട് അവരുടെ അടുക്കലേക്ക് പോകുവാനും കഴിയുകയില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നത് നമ്മുടെയും അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. മറ്റുള്ളവരുടെ നന്മ കാക്ഷിക്കുന്നവരായി നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുപ്പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയണം. ഇവിടെ നാം വായിക്കുന്നുണ്ട് 32 മുതലുള്ള വചനം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ അതിൽ നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ എന്താണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവർ. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാകരുത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. പ്രതിഫലം കൂടാതെ പ്രതികരണങ്ങൾ എന്തായിരുന്നാലും ആ സ്നേഹം നമ്മളിൽ നിന്ന് സദാ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്ന പോലെ ബലഹീനതകളും കുറവുകളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതോർക്കാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം ഓരോ സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിൽ നന്മകളാൽ നമ്മെ നയിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം നന്മകളിൽ നമ്മളിൽ നിന്ന് അനുസ്യൂതമുണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ നാം ആ നന്മ ചെയ്ത് തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അത് തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും എന്നാണ് അവിടെ തിരുവചനം ഓർപ്പിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ എന്താണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നവർ. അത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ്. നന്മ ചെയ്യുന്നവർക്ക് പ്രത്യുപകാരമായ നന്മ ചെയ്യുന്ന, എന്നാൽ അപ്രകാരം ഒരുപക്ഷെ നാം ഇനി കാണുവാൻ പോലും സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളിൽ നാം നന്മ ചെയ്താൽ അത് സ്വർഗത്തിൽ രേഖപ്പെടുത്തും. അത് നമുക്ക് തക്ക സമയത്ത് നാം ചെയ്യുന്നതിന് പല മടങ്ങ് ആയി നമുക്ക് ദൈവം നൽകും. അതിന് യാതൊരു സംശയമില്ല. ഇത് കർത്താവിൻ്റെ തിരുവചനമാണ്. അപ്പോൾ കർത്താവ് തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വാക്ക് ഒരു നാളും നീങ്ങിപ്പോകുകയില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്ന, വാക്ക് മാറാത്ത കർത്താവിൻ്റെ വചനം ആണ് നാം ഇവിടെ ധ്യാനിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകാതെ, ഇവിടെ കർത്താവ് പറയുന്നു, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് തന്നെ അവർക്കും ചെയ്യുവിൻ. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സദാ നാം അതിന് അവസരം ലഭിക്കുമ്പോഴൊക്കെയും നമുക്ക് കഴിയട്ടെ. അങ്ങനെ ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് ദൈവം അതിന് വിലമതിക്കും. കാരണം 2 കൽപ്പനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 10 കൽപ്പനകൾ 2ആയിട്ട് ചുരുക്കി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ കൽപ്പനകളുടെ ഭാഗമായി നാം എപ്പോഴും അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് വലിയ നിധിയായി നാം ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയും അതിന് തക്ക സമയത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഗലാത്യ ലേഖനം നാം വായിച്ച തിരുവചനം ഒരിക്കൽ കൂടി നാം ചിന്തിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 6-9 തിരുവചനം, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. തളർന്നു പോകാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ തളർത്തുവാൻ തക്കോണം പിശാച് പരിശ്രമിച്ചേക്കാം. നമ്മളിൽ നിന്ന് നന്മകൾ പുറപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. തിന്മയുടെ ഉറവിടമാണവൻ, വ്യാജത്തിൻ്റെ ഉറവിടമാണവൻ. അതുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മെ തളർത്തിക്കളയുവാനിടയാകാതെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നന്മകൾ നമ്മളിൽ നിന്നുണ്ടായി ആ നന്മകൾ ദൈവസന്നിധിയിൽ വലിയ സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക മാത്രമല്ല, അതിന് വലിയ പ്രതിഫലം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള നിശ്ചയത്തോടു കൂടി നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് അനുഗ്രഹമായി മുമ്പോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.